നമസ്കാരം. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇത്രമാത്രം വൈകുന്നത്? കഠിനാധ്വാനമൊക്കെ ചെയ്യുന്നുണ്ട്, സത്യസന്ധമായും കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ടും ഒരു ഫലം കിട്ടുവാൻ എത്രത്തോളം താമസം എന്താണ്? എന്നാൽ അതേസമയം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വഴികളിലൂടെ വലിയ അവസരങ്ങൾ തേടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളുമുണ്ട്. ഈ 2026 മാർച്ച് മാസം മകരം രാശിക്കാർക്ക് നൽകുവാൻ പോകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം ഇതാണ്: വൈകിയാലും നിങ്ങളുടെ അധ്വാനത്തിന് ഫലം ഉറപ്പു തന്നെയാണ്. ഉത്രാട നക്ഷത്രത്തിന്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ട നക്ഷത്രത്തിന്റെ 1, 2 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസം ഒരു സാധാരണ മാസമല്ല, ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റായി മാറുവാൻ പോകുന്ന ഒരു മാസവുമാണ്. ഇന്ന് നാം സംസാരിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, പ്രണയം, ആരോഗ്യം എന്നിങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ഈ മാസം ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നതാണ്. മകരം രാശിയുടെ നാഥൻ കർമ്മത്തിന്റെ ദേവനായ സാക്ഷാൽ ശനി ഭഗവാനാണ്. ഈ മാസം നിങ്ങളുടെ 3-ാം ഭാവത്തിൽ ശനിയും ശുക്രനും ഒന്നിച്ചാണ് നിൽക്കുന്നത്. ധൈര്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പുതിയ സംരംഭങ്ങളുടെയും സ്ഥാനമാണിത്. ശനി ഈ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഉറപ്പായും നിങ്ങളെ കൊണ്ട് നന്നായി പണിയെടുപ്പിക്കും. ഒന്നിനും ഒരു കുറുക്ക് വഴിയും ശനി അനുവദിക്കുകയുമില്ല. പക്ഷേ ഒപ്പമുള്ള ശുക്രൻ ആ അധ്വാനത്തിന് അർഹമായ പ്രതിഫലവും വിജയവും നിങ്ങൾക്ക് നേടിത്തരുന്നതുമാണ്. ഇനി 2-ാം ഭാവം ഒന്ന് നോക്കാം. ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ധനം, കുടുംബം, നിങ്ങൾ സംസാരിക്കുന്ന വാക്ക് എന്നിവയുടെ സ്ഥാനമാണിത്. ഇവിടെ 4 ഗ്രഹങ്ങളാണ് ഒന്നിച്ചിരിക്കുന്നത്: സൂര്യൻ, ബുധൻ, ചൊവ്വ, രാഹു. ഈ 4 ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ സംസാരത്തിൽ നല്ലൊരു നിയന്ത്രണം വേണ്ട ഒരു മാസവുമാണ്. അബദ്ധത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകാം. പക്ഷേ ബുധന്റെ ഒരു സ്വാധീനമുള്ളത് കൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ നല്ലൊരു ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നിങ്ങളെ സഹായിക്കുന്നതുമാണ്. നിങ്ങളുടെ 6-ാം ഭാവത്തിൽ, അതായത് ശത്രുക്കൾ, രോഗം, കടം എന്നിവയുടെ ഒരു സ്ഥാനമാണ്. ഇവിടെ വ്യാഴമാണ് നിൽക്കുന്നത്. ഇതൊരു വലിയൊരു സംരക്ഷണവുമാണ്, പ്രത്യേകിച്ച് ഈ മാർച്ച് 11-ാം തീയതി കഴിഞ്ഞുള്ള സമയമെന്ന് പറയുന്നത്. കാരണം വ്യാഴം തൻ്റെ വക്രഗതി മാറി നേരെ സഞ്ചരിക്കുവാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പല ബ്ലോക്കുകളും തടസ്സങ്ങളും മാറി തുടങ്ങുന്ന ഒരു സമയമാണ്. അത് നിങ്ങൾക്ക് ഈ മാർച്ച് മാസത്തിന്റെ പകുതിക്ക് ശേഷമാണ് അനുഭവത്തിൽ അറിയുവാൻ സാധിക്കുന്നത്. 8-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വലിയ ആത്മീയപരമായ മാറ്റങ്ങൾക്കും ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ തിരിച്ചറിവുകൾക്കും കാരണമാകുന്നതാണ്. ഈ 2026 മാർച്ച് മാസത്തിൽ മകരരാശിക്കാരുടെ തൊഴിൽ മേഖലയെ നിയന്ത്രിക്കുന്നത് പ്രധാനമായും 3-ാം ഭാവത്തിലെ ഗ്രഹസ്ഥിതികളാണ്. രാശിനാഥനായ ശനിയും ശുക്രനും 3-ാം ഭാവത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഈ ഒരു സമയം കഠിനാധ്വാനം ചെയ്യേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. 3-ാം ഭാവം നിങ്ങളുടെ ധൈര്യത്തെയും പുതിയ ആശയങ്ങളെയും സൂചിപ്പിക്കുന്നത് കൊണ്ട് ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത് തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ മുമ്പ് ചെയ്യാത്ത തികച്ചും പുതിയ ചില പുതിയ പ്രോജക്റ്റുകൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നേക്കാം. തുടക്കത്തിൽ ഇതൊരു വലിയൊരു ഭാരമായി തോന്നുകയും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പരിശ്രമത്തിന് മേലധികാരികളിൽ നിന്നും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുവാൻ വൈകുന്നതായി അനുഭവപ്പെടുകയും ചെയ്തേക്കാം. എന്നാൽ കർമ്മത്തിന്റെ ദേവനായ ശനി ഒന്നിനും കുറുക്ക് വഴികൾ അനുവദിക്കില്ല എങ്കിലും ഒപ്പമുള്ള ശുക്രന്റെ സ്വാധീനം കാരണം നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പരിശ്രമത്തിന് വരും ദിവസങ്ങളിൽ ഒരു ഇൻക്രിമെന്റ് അല്ലെങ്കിൽ പ്രൊമോഷനോ ആയ രീതിയിൽ മികച്ച ഒരു ബെനിഫിറ്റ് ലഭിക്കുക തന്നെ ചെയ്യും. മാർക്കറ്റിംഗ്, IT, മീഡിയ, സെയിൽസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വലിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആശയവിനിമയ ശേഷി വളരെ മികച്ച ലെവലിലേക്ക് മാറുന്ന ഒരു സമയവുമാണ്. ഇത് നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്വാധീനം വലുത് തന്നെയായിരിക്കും. ചിലർക്ക് ഡിപ്പാർട്ട്മെന്റ് മാറ്റമോ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ മികച്ച ശമ്പളത്തോടു കൂടി പുതിയൊരു ജോലി ലഭിക്കുവാനോ സാധ്യത കാണുന്നുണ്ട്. ജോലിക്കായി കാത്തിരിക്കുന്നവർക്കും അതുപോലെ പുതിയ ഇന്റർവ്യൂകൾക്ക് തയ്യാറെടുക്കുന്നവരും ഒട്ടും നിരാശരാകേണ്ടതില്ല. ഈ മാർച്ച് 11-ന് 6-ാം ഭാവത്തിൽ ശത്രു രോഗ കർമ്മഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തന്റെ വക്രഗതി മാറി നേർരേഖയിലായതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന പല ബ്ലോക്കുകളും തടസ്സങ്ങളും ഇപ്പോൾ മാറി തുടങ്ങുന്ന ഒരു സമയമാണ്.
ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഇന്റർവ്യൂ കോളുകളോ നിയമന ഉത്തരവുകളോ ലഭിക്കുവാൻ ഏറെ സാധ്യതയുള്ള ഒരു സമയമാണ് മുൻപിലുള്ളത്. ഇതൊക്കെയാണെങ്കിലും ജോലിസ്ഥലത്ത് നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളുടെ വാക്കുകളെ സ്വാധീനിക്കുന്ന രണ്ടാം ഭാവത്തിൽ ഇപ്പോൾ സൂര്യൻ, ചൊവ്വ, രാഹു, ബുധൻ എന്നീ 4 ഗ്രഹങ്ങൾ ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം നിങ്ങളുടെ സംസാരത്തിൽ വളരെ കൃത്യമായ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണ്. ഓഫീസിലെ മീറ്റിങ്ങുകളിലോ സഹപ്രവർത്തകരോടോ നിങ്ങൾ സംസാരിക്കുമ്പോൾ അബദ്ധത്തിൽ പോലും തെറ്റായ വാക്കുകൾ വീഴുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഇതേ ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് ഒരു അനുഗ്രഹവുമാണ്. കാരണം നിങ്ങളുടെ മീറ്റിങ്ങുകളിലും മറ്റും വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നത് തന്നെയാണ്. മൂന്നാം ഭാവം പ്രധാനമായും ചെറിയ യാത്രകൾ, ആശയവിനിമയം, അപേക്ഷകൾ, രേഖകൾ, ഔദ്യോഗികമായ ഇടപാടുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം നിങ്ങൾക്ക് വിദേശത്ത് ജോലി അന്വേഷിക്കുന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ വിസയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ, ഡോക്യുമെന്റുകൾ, ഔദ്യോഗികമായ നടപടികൾ എന്നിവയിൽ ലാഗ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ ഈ മാർച്ച് മാസം ഒരു മുന്നേറ്റം ഉണ്ടാകുവാൻ ഇടയുണ്ട്. കാരണം ഈ മാർച്ച് 11 വ്യാഴം വക്രഗതി മാറി നീർരേഖയിലായതുകൊണ്ടാണ്. ഇത് പ്രധാനപ്പെട്ട പേപ്പർ വർക്കുകളിലും അപേക്ഷകളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി തുടങ്ങുവാൻ ഏറെ അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇതുവരെ നീണ്ടുനിന്ന പ്രോസസ്സുകളൊക്കെ മുന്നോട്ട് പോവുകയും അതുപോലെ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് അല്ലെങ്കിൽ ഏജൻസികളിൽ നിന്നോ അനുകൂലമായ വിവരങ്ങൾ ലഭിക്കുവാനും ഈ ഒരു സമയം നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. ഈ 2026 മാർച്ച് മാസത്തിൽ മകരം രാശിക്കാരുടെ സാമ്പത്തിക നിലയെ നോക്കിയാൽ നിങ്ങൾ ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ഇപ്പോൾ സൂര്യൻ, ചൊവ്വ, ബുധൻ, രാഹു എന്നീ 4 ഗ്രഹങ്ങളാണ് ഒരുമിച്ച് നിൽക്കുന്നത്. ഇതിനർത്ഥം ഈ മാസം സാമ്പത്തികമായി ഭാഗ്യം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. എന്നാൽ പണം കയ്യിൽ വരുന്നതിനോടൊപ്പം തന്നെ അത് ചിലവാക്കുവാനുള്ള 100 വഴികളും പ്രലോഭനങ്ങളും മുന്നിൽ വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പണം സംബന്ധിച്ച തീരുമാനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മാത്രം എടുക്കേണ്ട ഒരു മാസവുമാണ്. എടുത്തു ചാടി പെട്ടെന്നൊരു നിക്ഷേപവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള തീരുമാനങ്ങളും സാമ്പത്തികത്തിൽ നിങ്ങൾ കൈക്കൊള്ളരുത്. വളരെ ആലോചിച്ച് സമയമെടുത്ത് മാത്രം നിങ്ങൾ മുൻപോട്ട് പോയാൽ വലിയൊരു സാമ്പത്തിക ബാധ്യത ഈ മാസം നിങ്ങളെ പിടികൂടുകയില്ല. കുടുംബത്തിൽ വലിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഇടയുള്ള ഒരു കാലഘട്ടവുമാണ്. അതിനാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ വാക്കുകളിൽ ഒരു സൂക്ഷ്മത നിലനിർത്തുന്നത് നല്ലതായിരിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ ചില വാർത്തകൾക്കും ഈ മാസം യോഗമുണ്ട്. പുതുതായി ഒരു പദ്ധതി ആരംഭിക്കുവാനും വീടുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളോ അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ കൂടിച്ചേരലുകളോ ഈ മാസം ഉണ്ടാകുവാൻ സാധ്യത ഏറെ ഉള്ളതാണ്. സ്നേഹബന്ധങ്ങളിലും ദാമ്പത്യത്തിലും വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മാസവുമാണ്. കാരണം നിങ്ങളുടെ രാശിനാഥനായ ശനിയും പ്രണയബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന ശുക്രനും 3ാം ഭാവത്തിലാണ് ഒന്നിക്കുന്നത്. ഇതൊരു വളരെ ശക്തമായ ഒരു യോഗവുമാണ്. ഇതിൻ്റെ ഒരു ഫലമായി മുമ്പ് വേർപിരിഞ്ഞു പോയ പ്രണയബന്ധങ്ങളൊക്കെ വീണ്ടും ഒന്നിക്കുവാൻ വലിയ സാധ്യതയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച തെറ്റുകളൊക്കെ പരസ്പരം തിരിച്ചറിഞ്ഞ് ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ ഇരുവരും തയ്യാറാകുന്ന ഒരു സമയവുമാണ്. മാത്രവുമല്ല, പ്രണയബന്ധങ്ങളൊക്കെ വിവാഹത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അനുകൂലമാണ്. വിവാഹിതരായ മകരരാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ ചിന്തകളിലും മാനസികാവസ്ഥയിലും ചിലപ്പോൾ പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. 7ാം ഭാവത്തിന്റെ നാഥനായ ചന്ദ്രന്റെ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം വരുന്നത്. അതുകൊണ്ട് ഈ സമയം നിങ്ങളുടെ പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വളരെ പ്രധാനമാണ്. ഒരുമിച്ച് ചെറിയ യാത്രകൾ പോകുന്നതും ക്ഷേത്ര ദർശനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ ശക്തമാക്കുവാൻ സഹായിക്കും. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മകരം രാശിക്കാർക്ക് ഇപ്പോൾ, അതായത് മാർച്ച് 11 ശേഷം വളരെ മികച്ച മാറ്റങ്ങളാണ് അനുഭവപ്പെടുവാൻ പോകുന്നത്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കൂടുതൽ പരിശ്രമം ആവശ്യപ്പെടുന്ന 3ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം അവിടെ ഉണ്ടെങ്കിൽ പോലും മാർച്ച് 11 മുതൽ വ്യാഴം നേർരേഖയിലായതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു അനുഗ്രഹമാണ് ഉള്ളത്. പ്രത്യേകിച്ച്
ഈ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസവും ഏകാഗ്രതയും ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലും മാർച്ച് 11 ശേഷമുള്ള സമയം പുരോഗതിയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ രണ്ടാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ചിലർക്ക് അത് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ മാർച്ച് 11 ശേഷമുള്ള സമയം വ്യാഴത്തിന്റെ ഒരു അനുകൂലമായ ഒരു സാന്നിധ്യം അവിടെ ഉള്ളതിനാൽ അതിവേഗത്തിലുള്ള പുരോഗതി നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അല്ലെങ്കിൽ ആരോഗ്യ നിലയിൽ ഉണ്ടാകുന്നതാണ്. നാളുകളായി അലട്ടുന്ന ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കുകയും ഇനിയുള്ള ദിവസങ്ങളിൽ പുതുതായി ആരംഭിക്കുന്ന ഏതൊരു ചികിത്സകൾക്കും വളരെ വേഗത്തിൽ നല്ലൊരു ഫലം ലഭിക്കുന്ന സമയവുമാണ്. മാർച്ച് 11 മുതൽ 17 വരെയുള്ള ദിവസങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു അകാരണമായ ഭാരമോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്ന തോന്നലോ ഒക്കെ ഈ ആഴ്ചയോടെ മാറി തുടങ്ങുന്നതാണ്. ഓഫീസിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വേഗത്തിലാകും. മുടങ്ങിക്കിടന്നിരുന്ന ഫയലുകളോ പ്രോജക്റ്റുകളിലോ പെട്ടെന്ന് തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദം ഒരൽപ്പം ഉയരുവാനിടയുള്ള ഒരാഴ്ചയുമാണ്. മാർച്ച് 18 മുതൽ 24 വരെ മൂന്നാം ഭാവത്തിലെ ശനിയും ശുക്രനും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരാഴ്ചയാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് കൃത്യമായ ഒരു ദിശ ലഭിക്കുന്ന ഒരാഴ്ചയുമാണ്. ജോലിഭാരം കുറച്ച് കൂടുതലായി അനുഭവപ്പെടാമെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ മേലധികാരികൾ അത് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ലൊരു റെസ്പോൺസ് ലഭിക്കുന്ന ഒരാഴ്ചയുമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഡീലുകളൊക്കെ സംസാരിക്കുവാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുവാനും മാർച്ച് 18 മുതൽ 24 വരെയുള്ള ദിവസങ്ങൾ അനുകൂലമാണ്. മാർച്ച് 25 മുതൽ 31 വരെയുള്ള ദിവസങ്ങൾ സാമ്പത്തികമായും മാനസികമായും വലിയ ആശ്വാസം ലഭിക്കുന്ന ആഴ്ചയാണ്. നാളുകളായി നിങ്ങളെ അലട്ടിയിരുന്ന ഒരു സാമ്പത്തിക ബാധ്യത തീർക്കുവാനോ അല്ലെങ്കിൽ പുതുതായി ഒരു സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുവാനോ ഈ ആഴ്ച സാധിക്കുന്നതാണ്. ഈ ആഴ്ച അതുപോലെ അതായത് 25 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ നിക്ഷേപങ്ങളിൽ നിന്നുമുള്ള ലാഭങ്ങളൊക്കെ കയ്യിൽ വന്നു ചേരാം. ഈ മാസത്തെ ഗ്രഹനിലകൾ അടിസ്ഥാനമാക്കി മകരം രാശിക്കാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാശിനാഥനായ ശനിയുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുക അല്ലെങ്കിൽ നേടുക എന്നതാണ്. അലസത മാറി കർമ്മരംഗത്ത് ശോഭിക്കുവാനും ശനിയാഴ്ചകളിൽ ശാസ്താവിനെ നീരാഞ്ജന വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ പരമാവധി ലഭിക്കുവാൻ വ്യാഴാഴ്ചകളിൽ ദക്ഷിണാമൂർത്തിയെയോ മഹാവിഷ്ണു ഭഗവാനെയോ ഭജിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കടബാധ്യതകളും ശത്രുദോഷങ്ങളും അകറ്റുവാൻ സഹായിക്കും. നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനകളിലും പ്രത്യേകമായ പൂജകളിലും ചേർക്കുന്നതുമായിരിക്കും. അപ്പോൾ ഈ 2026 മാർച്ച് മാസത്തിലെ ഗ്രഹനിലകളെ മൊത്തത്തിൽ ഒന്ന് വിലയിരുത്തുമ്പോൾ മകരം രാശിക്കാർക്ക് ഇതൊരു പരിശ്രമങ്ങളിലൂടെ വിജയം നേടുന്ന ഒരു മാസമാണ്. 6ാം ഭാവത്തിലെ വ്യാഴം മാർച്ച് 11 നേടുകയിലായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും മാറുവാനുള്ള ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ആത്മാർത്ഥമായ പരിശ്രമമാണ് നിങ്ങളെ മുൻപോട്ട് നയിക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്യുവാനും പെട്ടെന്നുള്ള ദേഷ്യമൊക്കെ നിയന്ത്രിക്കുവാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ മാസം നിങ്ങൾക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ നേട്ടങ്ങളും ഭാഗ്യവും നേടുന്ന ഒരു മാസമാണ്. ചുരുക്കത്തിൽ വൈകുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും വലിയൊരു മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന ഒരു മികച്ച മാസമാണ് ഈ മാർച്ച് മാസം. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. എവർക്കും നന്ദി, നമസ്കാരം.